അപ്പോൾ ഞങ്ങൾ കുറ്റാലത്ത് നിന്നും കൊടൈക്കനാലിലേക്കുള്ള യാത്രയിലാണ്. വഴിയിലുള്ള കാഴ്ചകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി നിറയെ രണ്ട് വശങ്ങളിലായിട്ട് മാന്തോട്ടങ്ങളാണ്. മാവ് നിറയെ പൂത്ത് കിടക്കുവാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലേക്ക് മാങ്ങ വരുന്ന സ്ഥലം എവിടെ നിന്നാണെന്ന് നമുക്കറിയാം. തമിഴ്നാട് നിന്നാണ് ഒരുപാട് മാങ്ങ വരുന്നത്. അപ്പോൾ അതിൻ്റെ തോട്ടങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്നത്. വളരെ ട്രാഫിക്കും ബ്ലോക്കും കുഴികളും ഒന്നുമില്ലാത്ത വളരെ മനോഹരമായിട്ടുള്ള റോഡുകളാണ് ഇവിടുത്തെ റോഡുകൾ. അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ വീടുകളും കെട്ടിടങ്ങളുമൊക്കെ വല്ലപ്പോഴുമൊക്കെയാണ് ഓരോന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കൂടുതലും കാണുന്നത് കൃഷിയിടങ്ങളാണ്. ഇനി വശങ്ങളിൽ നോക്കിയാൽ ഇപ്പോൾ നമുക്ക് ഒരു തടാകം കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ജലം കൂടുതലുള്ള സ്ഥലങ്ങളിൽ എല്ലാം അവർ കൃഷി ചെയ്യുന്നുമുണ്ട്. ഇതിൻ്റെ റോഡിന് ഇപ്പുറത്തേക്ക് നോക്കിയാൽ അവിടെ നെൽപ്പാടമാണ്. അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള നെൽപ്പാടമാണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപാട് കൃഷികൾ അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ റോഡിൽ പോകുമ്പോൾ തന്നെ ഒരുപാട് തരത്തിലുള്ള കൃഷികൾ നമുക്ക് കാണാനായിട്ട് കഴിയും. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നല്ല നെൽപ്പാടങ്ങൾ, പച്ചപ്പിരിച്ച നെൽപ്പാടങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. റോഡിന് സൈഡിലായിട്ട് തന്നെ വെള്ള പെയിൻ്റ് അടിച്ച മരങ്ങൾ നമുക്ക് കാണാം. അതെല്ലാം പുളിമരങ്ങളാണ്. ധാരാളം പുളിമരങ്ങൾ ഇവിടെ ഉണ്ട്. റോഡിന് സൈഡിലായിട്ട് നട്ടിട്ടുണ്ട്. സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ ആണെങ്കിൽ ബദാമൊക്കെ ആയിരിക്കും നട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ പുളിമരമാണ് നട്ടിട്ടുള്ളത്. നിറച്ച് പുളിയും അതിൽ കായ്ച്ച് കിടപ്പുണ്ട്. നെൽപ്പാടം കഴിഞ്ഞപ്പോൾ അടുത്ത് നമ്മൾ കാണുന്നത് കരിമ്പിൻ പാടമാണ്. കരിമ്പിൻ പാടത്തോട് ചേർന്ന് തന്നെ തെങ്ങ് നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. കേരളത്തിൻ്റെ 100 ഇരട്ടി തെങ്ങുകളാണ് ഇവിടെ അവർ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നാരങ്ങാത്തോട്ടമാണ്. കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം പോലും തരിശിടാതെ നല്ല രീതിയിൽ തന്നെ അവർ കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കോളേജിൻ്റെ കെട്ടിടമാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ വലിയ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടമാണ്. നെല്ല് കൊയ്ത് വശങ്ങളിൽ വൈക്കോല് കൂന കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് മുന്നിൽ പോകുന്നതാണ് തമിഴ്നാട് ബസ്. അതുപോലെ തന്നെ ട്രാക്ടറിൽ നെല്ലൊക്കെ കൊയ്ത് കൊണ്ടുവരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. പരമ്പരാഗതമായ രീതിയിൽ കാളയെ പൂട്ടി നിലമുഴുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ റെയറായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണത്. നെൽകൃഷിക്ക് വേണ്ടിയിട്ട് നിലം ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ വിവിധ ഘട്ടങ്ങളിലായിട്ട് വളർന്നു നിൽക്കുന്ന നെൽച്ചെടികളെയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. കൊയ്തെടുക്കുന്ന സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. പല തവണകളിലായിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ വ്യത്യസ്ത തരത്തിലുള്ള നെൽച്ചെടികളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയുന്ന മറ്റൊന്നാണ് ട്രാക്ടറുകൾ. ഒരുപാട് ട്രാക്ടറുകൾ നമുക്ക് ഈ യാത്രയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്.
ഒരു കൂട്ടം പോത്തുകൾ അതാ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോത്തിനായിരുന്നാലും ബസ്സിനായിരുന്നാലും ഒക്കെ അഴിച്ചു വിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ കുറേ ദൂരം സഞ്ചരിച്ച ശേഷമാണ് ഇതുപോലൊരു മലനിര നമ്മൾ കാണുന്നത്. ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വഴിയിൽ തണ്ണിമത്തൻ കണ്ടു. ഇറങ്ങി ഞങ്ങൾ തണ്ണിമത്തൻ വാങ്ങിച്ച് അത് കട്ട് ചെയ്ത് കഴിക്കുവാണ്. അപ്പോൾ ഇവിടെ കിലോ 25 രൂപയാണ് ഇവിടുത്തെ വില. നമുക്ക് കേരളത്തിലാണെങ്കിലും 20 രൂപയ്ക്കും 15 രൂപയ്ക്കും ഒക്കെ കിട്ടുന്ന തണ്ണിമത്തനാണ്. തമിഴ്നാടിൽ നിന്നാണ് ധാരാളം തണ്ണിമത്തൻ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. പക്ഷേ ഇവിടുത്തെ വില കിലോയ്ക്ക് 25 രൂപയാണ്. അപ്പോൾ തണ്ണിമത്തനായി കഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടരുവാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഇഷ്ടിക ചൂളയാണ്. അപ്പോൾ ഒരുപാട് ചൂളകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരേ ഇരിപ്പിൽ കുറേ ദൂരം വാഹനമൊക്കെ ഓടിയത് കൊണ്ട് നമ്മളെന്തായാലും വഴിയിൽ നിർത്തി ഒന്ന് കാറ്റൊക്കെ കൊണ്ട് പതുക്കെ പോകാമെന്ന് കരുതി. അപ്പോൾ വഴിയിൽ വാഹനം നിർത്തിയിട്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ചുറ്റുപാടും നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണാനായിട്ട് കഴിയുന്നു. വളരെ മനോഹരമായിട്ടുള്ള കാട്ടുചെടികളൊക്കെ പൂത്ത് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. വീണ്ടും ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ വഴിക്കുള്ള മറ്റ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.